ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ഇത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീട്ടിലെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ തൊട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ടും പോകണമായിരുന്നു. ഒന്ന് കൃഷി ഓഫീസിൽ പോകണമായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാക്ക് പല്ലുവേദനയായിട്ട് അങ്ങനെ പല്ലാശുപത്രിയിലും കൂടെ ഒന്ന് പോകണം ഉമ്മായെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉമ്മായെ പല്ല് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് ഉമ്മായി അങ്ങ് ഓട്ടോയിൽ പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് കൃഷി ഓഫീസിൽ പോകാൻ. കാരണം അവിടെ കുറച്ച് ടൈം ചിലവാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പോകുന്ന ഉദ്ദേശം നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോകണം. അപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ തുടക്കം ഒരു കാര്യം പറയാമല്ലോ. 2-3 ദിവസം മുന്നിൽ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നേ, നമ്മൾ നടുന്ന ചെടികളൊന്നും നല്ലതുപോലെ വരുന്നില്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും ചെടികൾ നടുമ്പോൾ വളം ചേർക്കുന്നുണ്ടോ എന്നൊക്കെ. ഞങ്ങളൊന്നും ചേർക്കുന്നില്ല. നോർമലി നമ്മൾ മണ്ണ് മാത്രം എടുക്കുക, അതിൽ നമ്മൾ എന്ത് ചെടിയാണോ നട്ടു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചില മണ്ണുകൾ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചില മണ്ണാണെങ്കിൽ എന്ത് നമ്മൾ കുഴിച്ചിട്ടാലും പിടിക്കത്തില്ല. അത് മണ്ണിൻ്റെ കുഴപ്പമാണ് കേട്ടോ, നമ്മുടെ കുഴപ്പമല്ല. പിന്നെയെന്ന് പറയുന്നത് വളമായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. മുട്ടയുടെ തോട് ഭയങ്കര എഫക്റ്റീവാണ്, നിങ്ങൾ ഇട്ട് നോക്കുക കേട്ടോ. മുട്ടയുടെ തോടും അതുപോലെ തന്നെ നമ്മൾ ചായമട്ടി ഉണ്ടല്ലോ, തേയിലമട്ടി, നമ്മൾ കട്ടൻ ചായ ഇടുന്നതിൻ്റെ മട്ടി. പിന്നെ തേയിലമട്ടി ഭയങ്കര വളമാണ് കേട്ടോ, നല്ല വളമാണ്. റോസയൊക്കെ ഇഷ്ടം പോലെ പൂവൊക്കെ പിടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ കൃഷിക്കും നല്ലതാണ് തേയിലമട്ടി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ചേർക്കാത്ത തേയിലമട്ടി ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉറുമ്പിനെ പേടിച്ചിട്ടാണല്ലോ ഓരോ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കളത്തോട്ടത്തിന് വേണ്ടി തന്നെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു വരാത്ത മെയിൻ കാരണമെന്ന് പറയുന്നത് ഉറുമ്പെടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ്. അതുപോലെ ചെടികളുടെ കാര്യവും ഞാൻ പറയുന്നത് കേട്ടോ. ചെടികളൊക്കെ നടുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെയും കൂടെ പറയുകയാണ്. തേയിലമട്ടി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് കേട്ടോ. അത് നമുക്ക് യാതൊരു ഇതുമില്ല, ഇട്ട് കൊടുക്കാം. അത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം ഭയങ്കരമായിരിക്കും. ഞാനാണെങ്കിൽ നമ്മൾ ഈ ചില ആളുകൾ ചായയിൽ മൊത്തത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കി എടുത്തിട്ടായിരിക്കും നമ്മൾ അരിച്ചെടുക്കുന്നത്. ചില ആളുകൾ അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് ചേർക്കാറുണ്ട് പഞ്ചസാര, ഒരുമിച്ചിട്ട് ഇളക്കാതെ. ഞാനെന്ന് പറയുന്നത് മൊത്തത്തിൽ ചായ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തേയിലമട്ടിക്ക് നല്ല മധുരം കാണും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾ അരിപ്പയിലിട്ടിട്ടേ 2-3 വെള്ളം ഒന്ന് അതിൻ്റെ മേളിൽ ഇങ്ങനെ തോരൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചസാരയുടെ ചുവയൊക്കെ അങ്ങ് മാറിയിട്ട്, ആ മധുരത്തിൻ്റെ ചുവയൊക്കെ അങ്ങ് മാറിയിട്ട് തേയിലമട്ടിയുടെ ഇത് മാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് നമുക്ക് ചാരം ഉണ്ടല്ലോ, നമ്മൾ വെണ്ണീറിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ആക്കുക. കുറേശ്ശെ നമുക്ക് ചെടിയുടെ ഇടകളിലൊന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് മഴയുടെ ഒരു സമയമൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. വേറെ വളമൊന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല. പിന്നെ ഇത് നല്ല വളമാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. തേയിലമട്ടിയും ഈ ഒരു മുട്ടയുടെ തോടും നമ്മുടെ ചെടികളുടെ ഇടയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. അല്ലാണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചാണകപ്പൊടിയൊക്കെ ചെയ്യാം കേട്ടോ. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉണക്ക ചാണകം കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. അപ്പോൾ ആ ഒരു പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണേ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇത് എൻ്റെ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലത്തിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ, ഇത് ഞാൻ പറഞ്ഞ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയാണ്. ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കിട്ടിയിട്ടുള്ളത് അന്ന് തലേന്ന് കൊണ്ടുവന്ന മീനാണ് കേട്ടോ. ഇത് നമ്മൾ ഈ തലേന്ന് എടുത്ത് വെക്കുന്ന വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം എന്തോ ചെയ്തതെന്നൊക്കെ ഉള്ളത് മറന്നു പോകും. അതാണ് സംഭവം. അന്ന് കിട്ടിയിട്ടുള്ള മീൻ അന്ന് എണ്ണയില്ലാത്തതുകൊണ്ട് ഞാൻ വറുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഈ തിലോപ്പിയൊന്നും ഞാൻ വറുത്തിട്ടില്ല, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ തേച്ചിട്ട് അതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ അന്ന് ഞാൻ വെച്ചത് സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് കപ്പയ്ക്ക ഉണ്ടല്ലോ, നമ്മുടെ പച്ച പപ്പായയും ചെറുപയറും കൂടെ ഇട്ടിട്ടുള്ളൊരു ഉടച്ചുകറിയായിരുന്നു കേട്ടോ. ഒരു എരിശ്ശേരി മാതിരി വെച്ചതാണ് കേട്ടോ. അത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയതാണ്. അവർ ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നു അത് കോംബോ ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാനത് നോക്കിയപ്പോൾ ചോറിൻ്റെ കൂടെ ഞാനൊന്ന് വെച്ച് നോക്കിയതാണ്, കൊള്ളാമോ എന്ന് ചെയ്ത് നോക്കിയത്. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു എരിശ്ശേരി പരുവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള ക്യാരറ്റോ മത്തങ്ങയോ ഒക്കെ ഇട്ട് ചെയ്യാമെന്ന് എനിക്കും തോന്നി. കുഴപ്പമില്ല. അപ്പോൾ അതേ മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു.
കുക്കറിലോട്ട് പയറും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായയും കുറച്ച് ഉപ്പും കൂടി ഒക്കെ ഇട്ടിട്ട് കരിവേപ്പില ഇട്ട് നേരെ കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം, കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോയി. എരിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അങ്ങ് പോവരുതല്ലോ. ചെറുതായിട്ടൊരു ലൂസ്, ചെറിയൊരു ലൂസ് പോലെ ആയി, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇട്ട് 2 അല്ലി കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിച്ചതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടിയെ ഞാൻ അരയ്ക്കാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അരപ്പൊക്കെ റെഡിയായി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ച് കേട്ടോ, താളിച്ചും കൂടെ ഒഴിച്ച്, വേറെ ഒന്നുമില്ല, കുറച്ച് കടുക്, കൊച്ചുള്ളി, കരിയാപ്പില എല്ലാം കൂടെയൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീനും കൂടെ വറുത്തെടുത്ത് കേട്ടോ. പിന്നെ 2 ദിവസം മുന്നേ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് നെല്ലിക്ക, കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക എന്ന് പറഞ്ഞ് ഞാനത് നല്ല ഉപ്പൊക്കെ പിടിച്ചു, ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ചത് കൊണ്ട് അതിൽ നിന്ന് 2 കഷ്ണം നെല്ലിക്കയും കൂടെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ടെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കാപ്പി കഴിച്ചില്ല കേട്ടോ, കാപ്പി ദോശയൊക്കെ ആയിരുന്നു, ഞാൻ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് ചോറിട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും കഴിക്കണം എന്നുള്ളൊരു വിശപ്പ് വന്നതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. അതാണ് അന്ന് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു തീരുമാനമില്ലായിരുന്നു, കൃഷി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ പല്ലുവേദന ആളിന് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നല്ല നീരുണ്ടായിരുന്നു കേട്ടോ, നല്ല നീരുണ്ട്, മുൻവശത്ത് പല്ലായിരുന്നു കേട്ടോ. നല്ല നീരും ഉള്ളത് കൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ചു, ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേദനയുടെ അന്നത്തെ ദിവസം വേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിറ്റേന്നായപ്പോൾ നല്ല വേദനയായി കേട്ടോ. അപ്പോൾ ഞാനും അമ്മായും അനിയത്തിയും ഒക്കെ ആയിട്ടാണ് പോയത്. ഈ ക്യാമറ പിടിക്കുന്നത് അനിയത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെ കിടന്ന് ഓടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാനല്ല കേട്ടോ. അപ്പോൾ മോളും ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിനെ മദ്രസയിൽ നിന്ന് വിളിച്ചിട്ടാണ് നേരെ പോയത്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ പല്ലാശുപത്രി വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും മരുന്ന് തന്നു. പല്ലെടുത്തിട്ടില്ല, ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നീരൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പല്ലെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മായി നേരെ ഓട്ടോയിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ നേരെ കൃഷി ഓഫീസിൽ പോയി കേട്ടോ. കൃഷി ഓഫീസിൽ പോയപ്പോഴത്തേക്കും ഇതാണ് സംഭവം, അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയത് 37 ആയിരുന്നേ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ കണ്ടില്ലേ, അവിടെ ഒരു മാവിൽ ചെറിയൊരു കിളിക്കൂട്, നല്ല രസമുണ്ട് കേട്ടോ. അതിൽ മുട്ടയുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, അതിൽ മുട്ടയുണ്ട്. അപ്പോൾ ചെറിയൊരു കിളിക്കൂട് മാവി കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യെത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുക, നല്ല രസമുണ്ട്, പെട്ടെന്ന് കണ്ണിപ്പെട്ടതാണേ. അപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് തട്ടല്ലേ, അവരത് സൂക്ഷിച്ച് കൊണ്ട് കിടക്കുന്നതാണ്, പട്ടിയും പൂച്ചയും ഒന്നും കൊണ്ടുപോകാൻ, കാരണം അത്രയും കയ്യെത്താ ദൂരത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.